ഈ ജെ ഡിയുടെ പ്രോപ്പർട്ടി, ജഡ്ജ്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രോപ്പർട്ടി ഈ ബി എന്ന് പറയുന്ന കോടതിയുടെ പരിധിക്കകത്ത് വരുമെങ്കിൽ ആ കോടതിയിലേക്ക് ഒരു ഓർഡർ കൊടുക്കും ഈ പ്രോപ്പർട്ടി ഒന്ന് അറ്റാച്ച് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ പ്രിസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ ഓർഡർ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡയറക്ഷൻ, ഇറ്റ് ഈസ് ആൻ ഓർഡർ ഓർ ജുഡീഷ്യൽ ഡയറക്ഷൻ ഗിവൺ ബൈ ദ കോർട്ട് വിച്ച് പാസ്ഡ് ദ ഡിഗ്രി. ഏത് കോടതിയാണോ പാസ് ചെയ്യുന്നത് ആ കോടതി ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഡയറക്ഷൻ കൊടുക്കുകയാണ്. എങ്ങോട്ട്? ടു എ കോർട്ട്, ബി എന്ന് പറയുന്ന ഒരു കോടതിയിലേക്ക്. ടു എ കോർട്ട് വിച്ച് വുഡ് ബി കോമ്പീറ്റൻറ്റ് ടു എക്സിക്യൂട്ട് ദ ഡിഗ്രി. ഈ കോടതി കോമ്പീറ്റൻ്റ് ആയിരിക്കണം, നമ്മൾ ഈ കൊടുക്കുന്ന കോടതിക്കകത്ത് ആയിരിക്കണം ഇയാളുടെ പ്രോപ്പർട്ടി വരുന്നത്. അതേപോലെ ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനൊക്കെ ഉള്ള അധികാരം അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ പരിധിക്കകത്തൊക്കെ വരണം. അതേപോലെ കോമ്പീറ്റൻറ്റും ആയിരിക്കണം, ആ കോടതി കോമ്പീറ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോടതിയിലേക്ക് കേസ് ഓർഡർ വഴി അറ്റാച്ച് ചെയ്യാൻ പറയുന്നതിനെയാണ് നമ്മൾ എന്ത്, ടു അറ്റാച്ച് ദ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ജെ ഡിയുടെ ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയുന്ന ആ ഓർഡറിനെയാണ് നമ്മൾ പ്രിസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് എക്സിക്യൂഷൻ ഒന്നും നടക്കുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഓർഡർ ബൈ വൺ കോർട്ട് ടു അനദർ കോർട്ട്. ഒരു കോടതി വേറൊരു കോടതിയോട് ഓർഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ